ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വലിയ കരുണയും സ്നേഹവും എല്ലാം നമ്മളെ തഴുകി തലോടുമ്പോൾ ഓരോ പ്രഭാതത്തിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അവിടുത്തെ വലിയ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ദൈവാത്മാ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന്. ദൈവത്തിൻ്റെ വലിയ ആത്മാവിൻ്റെ ഒരു നയിക്കപ്പെടലുണ്ടാകാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളെ നയിക്കുവാൻ, അവിടുന്ന് ഞങ്ങളെ നിയോഗിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് കടന്നു വരാനെല്ലാം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് ഈ ലോകത്തിൽ ഞങ്ങളെ അങ്ങയുടെ സ്നേഹമായി സ്വന്തമായി സ്വീകരിച്ചെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഞങ്ങൾ വന്ന് നിറയുമ്പോഴാണ് ഈ ലോകത്തേക്കാൾ ഉന്നതമായ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നശ്വരതയെ മനസ്സിലാക്കാൻ പറ്റാത്ത ഹൃദയത്തിൽ ഒരു വലിയ ദൈവകൃപ ലഭിക്കാത്ത, ആത്മാവ് നയിക്കപ്പെടാത്ത ജീവിതങ്ങളെ നമ്മൾ ഒത്തിരി കാണുകയാണ്. നമ്മളും ഒരു പരിധി വരെ അതുപോലെ ആയി പോവുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയണമേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണമേ. സീനായിൽ വിശുദ്ധ കത്രീന പറയുന്നത് പോലെ, ഞാൻ എന്തായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ആയിത്തീരുമ്പോൾ ഞാൻ ഈ ലോകത്തിലൊരു അഗ്നി പെയ്യിക്കാൻ ഇടയാക്കുമെന്ന് നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ കൃപ നിറഞ്ഞ ഒരു വ്യക്തിയാകാൻ.